ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാനും സുഖമായിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കണു. അത് ഫുള്ളാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ വ്ളോഗ്. അത് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറയണ്ടല്ലോ, ഫ്ലൈറ്റിൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, നല്ല നല്ല കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പറയാം. ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് വന്നിട്ട് എന്താ വെച്ചാൽ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ പോകേണ്ടി നിൽക്കുകയാണ്. ഞാൻ ഉച്ചക്ക് വരും കേട്ടോ, അങ്ങോട്ട് വരും, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വരും. കുട്ടികൾ സ്കൂൾ പോയതല്ലേ, അപ്പോൾ എന്താ പറയുക, അവർ സ്കൂൾ വിട്ട് വരുന്നതിൻ്റെ മുന്നായിട്ട് ഞാൻ അങ്ങോട്ട് വരും. പിന്നെ ഇക്ക അങ്ങോട്ട് വരും കേട്ടോ ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഉപ്പാനെ വെയിറ്റ് ചെയ്യണം. എൻ്റെ ഉപ്പ ഇവിടെ തൊട്ടടുത്ത് തന്നെ പള്ളി കഴുകാൻ വേണ്ടി വന്നിട്ടുണ്ട്, നമ്മളെ സ്കൂളിൻ്റെ അടുത്തുള്ള. നമ്മളെ അടുത്തുള്ള ആളുകളൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തിങ്ങാനിൻ്റെ പള്ളിയുണ്ട്, ആ പള്ളി കഴുകാൻ വന്നിട്ടുണ്ട് ഉപ്പ. അപ്പോൾ ഉപ്പ തിരിച്ചു പോകുമ്പോൾ ഉപ്പാൻ്റെ കൂടെ പോവുക ഞാൻ. അപ്പോൾ ഇപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ ഉപ്പാനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ എന്താണ് വിശേഷം? കുറേ ആയില്ലേ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വ്ളോഗൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ പണികൾ നേരത്തെ കഴിഞ്ഞു കേട്ടോ. 8-8:30 ആയപ്പോൾ തന്നെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് കുട്ടികളെ സ്കൂൾ പറഞ്ഞയച്ചു, ഒക്കെ ജോലിക്ക് പോയി. പിന്നെ ഞാനിപ്പോൾ ഇതാ പോകാൻ നിൽക്കുകയാണ്. ഇനി പോകാൻ നേരത്ത് പർദ്ദ ഇട്ടിട്ടിങ്ങനെ ഞാൻ ഫസ്റ്റ് പോയ സമയത്ത് മേടിച്ച പർദ്ദ കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പാനെ വെയിറ്റ് ചെയ്യാണ്. ചിലപ്പോൾ തട്ടം ചിറ്റിയിട്ട് പോകും, കാരണം നനഞ്ഞ മുടി ആയതുകൊണ്ടേ ഉണങ്ങിയിട്ടില്ല. തട്ടം ചിറ്റിങ്ങാണ്ട് നടന്നു പോകുമ്പോൾ, വെയിൽ കൊണ്ട് നടന്നു പോകുമ്പോൾ ചിലപ്പോൾ നീരിറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ തട്ടം ചിറ്റും, ചിലപ്പോൾ തട്ടം ചിറ്റാണ്ട് പോകും. നോക്കട്ടെ, ചിലപ്പോൾ തട്ടം ചിറ്റിയിട്ട് തന്നെ ആയിരിക്കും പോലുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തൊക്കെ നിങ്ങളൊക്കെ വിശേഷം? സുഖമാണോ? ഒരുപാട് പേര് ലൈവിൽ വരുന്നുണ്ട്, ഒരുപാട് പേര് എന്നോട് ലൈവിൽ ചോദിക്കുന്നുണ്ട് സപ്പോസേ വീഡിയോസ് ഒന്നും തടാത്ത. അതേപോലെ 2-3 കമൻറ്റോളം ഞാൻ കണ്ട്, പഴയ പോലെ വീഡിയോസ് ഒന്നും എന്താ ഇടാത്തത്, വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നാളെ മിറാജ് ഇന്ന് വൈകുന്നേരമല്ലേ മിറാജ് രാവ്. നാളെ നോമ്പൊക്കെ അല്ലേ, മിറാജിൻ്റെ നോമ്പല്ലേ. എല്ലാവരും നോമ്പൊക്കെ എടുക്കിയിട്ടോ, പറ്റണവരൊക്കെ. ഞാനും നോമ്പ് എടുക്കുന്നുണ്ട്. പിന്നെന്താ വിശേഷം? എല്ലാവർക്കും ജുമാ മുബാറക്ക്. വെള്ളിയാഴ്ചയാണ്. പിന്നെ കുറേ ദിവസത്തിന് ശേഷമേ വ്ളോഗ് എടുക്കുമ്പോൾ എന്തൊക്കെയോ ഒരു എന്താ അറിയില്ല, മനസ്സിലാവണില്ല, എന്തൊക്കെയോ ഒരു ഇതുണ്ട്. അപ്പോൾ പുതിയ ആളുകൾ ഒരുപാട് പേര് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്കും നമ്മളെ പണ്ട് മുതലേ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്കും എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാട്ടോ ഈ വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ കുറേ ആളുകൾ നമ്മളെ വീടും ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ വീട് കാണിക്കില്ല കേട്ടോ, ഉമ്മാനും ഉപ്പാനൊന്നും ഞാൻ കാണിക്കില്ല. അവർക്കൊന്നും വീഡിയോയിൽ വരാൻ താല്പര്യമില്ല, അപ്പോൾ അതുകൊണ്ട് അവരൊന്നും കാണിക്കൂല. ഞാൻ ജസ്റ്റ് പോവുക, അവിടെ പോയി വരാമെന്നുള്ള രീതിയിലാണ് അങ്ങനെ വ്ളോഗ് എടുക്കരുത്. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പാനെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ വന്നാൽ ഞാൻ പോകും കേട്ടോ. പിന്നെന്താണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടോ, സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരുപാട് പേര് ലൈവിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് സപ്പോസിന് തിരിച്ചു പോകുന്നുണ്ടോ. അതൊന്നും ഞാനിനി ലൈവിലും വ്ളോഗിലൊന്നും പറയില്ല കേട്ടോ. പേഴ്സണൽ കാര്യങ്ങളൊന്നും ഞാൻ പറയൂല. എന്താണെങ്കിലും ഇങ്ങോട്ട് പറയും, പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് ടൈം എടുത്തിട്ട്. ഓക്കെ. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എപ്പോഴും നിങ്ങളെ പ്രാർത്ഥന വേണം, മറക്കരുത്. ദുആയിൽ ഉൾപ്പെടുത്തണം. പിന്നെ എനിക്ക് ഒരാഴ്ചയായിട്ട് നല്ല ചുമ, രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ഡോക്ടറെ കാണിച്ചിരുന്നു, കുറവൊന്നുമില്ല. ഇനി ഒന്നുകൂടെ പോയി കാണിക്കണം. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങൾ പറയൂ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണു. ഞാനും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പം ഇനി എൻ്റെ ഉപ്പ വന്നിട്ട് ഞാൻ ഉപ്പാൻ്റെ കൂടെ പോവും. ഉപ്പാനൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തൂല. പോണ വഴികളൊക്കെ ഒന്ന് കാണിച്ചു തരാം പോകുമ്പോൾ കേട്ടോ. പറ്റണോടത്തോളം വീഡിയോ എടുക്കാൻ ശ്രമിക്കുക. നോക്കട്ടെ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ. മുത്തുമണികളെ, ഞാൻ തട്ടം ചിറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാനിനിപ്പോൾ പെട്ടെന്ന് വന്നാൽ ഉപ്പാൻ്റെ കൂടെ വേഗം പോകാതെ എത്തിയിട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പഴയ ബാഗില്ലേ, ഈ ബാഗ് കേട്ടോ, അടുത്തൊക്കെ പോകുമ്പോൾ അത് എടുക്കാൻ എഴുതിയിട്ടാണ്. വേറൊരു ബാഗുണ്ട് ഞാൻ മേടിച്ചത്. അപ്പോൾ ഞാൻ എൻ്റെ
ഫോണ് ബാഗിൽ വെച്ചിട്ടുണ്ട്. ഇത് ഗൈസ് ഞാൻ അവിടെ ബാക്കിയുള്ള സാധനങ്ങൾ കൊടുത്തു. എൻ്റെ വാച്ച് ഗൈസ് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചതിന് ഫസ്റ്റ് ഞാൻ സൗദിയിൽ പോയപ്പോൾ. കാണുന്നുണ്ടോ? ഫസ്റ്റ് ഞാൻ മേടിച്ചതിന്. പക്ഷെ അതെനിക്ക് അധികം ഇടാൻ പറ്റിയില്ല. ബാക്കി ഉണ്ടായിരുന്നല്ലോ. മാഗ്നറ്റിൻ്റെ. പക്ഷെ അങ്ങനത്തെ വാങ്ങരുതിട്ട് ആരും. എന്താ മാഗ്നറ്റിൻ്റെ ഒരിക്കലും ആരും വാങ്ങരുത് കേട്ടോ. നഷ്ടമാണ്, നമ്മൾ പൈസ വെറുതെ പോകും. ഞാനിത് എത്ര 25 റിയാൽ കൊടുത്തിട്ട് മേടിച്ചതിന്. പക്ഷെ ഇത് വേണമെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടാം. പക്ഷെ ഇതിൽ സെൻറ്ററിൽ വാച്ച് വരുന്നതിന് ശേഷം കണ്ടോ, ഇതിങ്ങനെ ഒരു ചെയിനാണ്, നല്ല ചെയിന, കളർ തന്നെ പോവില്ല. പക്ഷെ പൊട്ടി പോയി ഗൈസ്. ഇതിവിടെ എവിടെയോ ജോയിൻ്റ് പോകുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ചതിന്, ഞാൻ ചോദിച്ച് മേടിച്ചതിനു. പക്ഷെ കൂടുതൽ ഇടാൻ പറ്റിയില്ല. എങ്ങനെ ആയാലും ഇതിടാൻ പറ്റൂല. അല്ലാത്ത കഷ്ടമായി പോയില്ലേ, പറഞ്ഞാൽ തീരൂല. സങ്കടം. ഇതൊന്നും ചെയ്യാൻ പറ്റൂലേ. ഞാൻ മൊബൈലും കാർഡ് കൊണ്ട് അയച്ചാൽ മൊബൈലും കാർഡല്ല വാച്ചും കാർഡ് പോയപ്പോൾ ഇതെന്തേലും ആക്കിങ്ങാണ്ട് ശരിയാക്കി തരാൻ പറ്റുമോ വെച്ചപ്പോൾ ഇതെന്തേലും കാണിച്ചുകൊണ്ട് ശരിയാക്കി തരാൻ പറ്റുമോ വെച്ചപ്പോൾ ഓരോ പറഞ്ഞു ഇത് ഇവിടെ ഉണ്ടോ, കാണുന്നുണ്ടോ, ഇതുണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു എന്തിനു പറയുക, ഒരു അടപ്പ് പോലെയാണ്. അതിൽ വെച്ചിട്ട് എന്തോ ഒരു പ്രസ് ചെയ്യണതാവുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്താൽ ശരിയാവില്ല, അതിൻ്റെ ഒട്ടിപ്പ് പോകുന്നതാണ്. 25 റിയാലാണ് നാട്ടിൽ നല്ലൊരു പൈസയായി. പക്ഷെ ഇത് ഞാൻ കളയൂല, ഓർമ്മക്കട വെക്കും. ഇപ്രാവശ്യം പോയപ്പോൾ ഇത് കൊണ്ടുപോകാൻ മറന്നും ചെയ്തു. കാരണം ആ സെയിം വാച്ചിൻ്റെ കടയ്ക്ക് ഞാൻ പോയിനു താത്താക്ക് വാച്ച് എടുക്കാൻ. അപ്പോൾ ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, പെട്ടെന്ന് പൊട്ടി, ആ വാച്ച് ഒന്നിനും പറ്റാണ്ടായി എന്നൊക്കെ. പിന്നെ ഞാൻ ഓർത്തു കൊടുന്നാൽ മതിയേനു എന്നൊക്കെ. അങ്ങനെ നോക്കട്ടെ, ഇനി ഇങ്ങനെ ഇടാൻ പറ്റുമോ നോക്കട്ടെ, എന്തെങ്കിലും ഒരു ഐഡിയ കാട്ടാൻ പറ്റുമോ നോക്കട്ടെ. ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് വാച്ച്, ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഉണ്ട് തൂക്കിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് വാച്ച് ഉണ്ടായിരുന്നു. ഇട്ട വൃത്തിയാടാവും അങ്ങനെ വട്ടാന്ന് വിചാരിച്ചിട്ടാരും. നോക്കട്ടെ, എല്ലാം ഒരു ശ്രമം. അയ്യോ തിരിഞ്ഞുപോയി. തന്നെയാണല്ലോ, അങ്ങനല്ല. ഇവിടെ പശ വെച്ച് വെക്കേണ്ടി വരും. എൻ്റെ വാച്ച് ഉണ്ടോ, വാച്ച് നല്ല രസമാണ് കയ്യിന്, നല്ല രസമാണ് കയ്യിന്. പക്ഷെ അത് നാശമായിപ്പോയി. എന്ത് ചെയ്യാനാ, നോക്കണം. ആ കടയിൽ തന്നെ കൊടുത്തിട്ടേ ഇനി എപ്പോഴേലൊക്കെ പോണ കാലത്ത് കൊടുത്തിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കണം. വെയിൽ നോട്ടെ. വേറെ ചാർജർ വെക്കണം കേട്ടോ ഫോണിൽ, ബാഗിൽ. അതൊക്കെ തല തിന്നിട്ടാണല്ലോ പറയണത് കട്ടി. പിന്നെന്താ ഗൈസ്, ഞാൻ എൻ്റെ ഉപ്പാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉപ്പ വന്നിട്ട് ഞാൻ പോകും. ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പാ പോവാ. അപ്പോൾ ഗൈസ് ഞാൻ പാൻ്റെ കൂടെ പോട്ടെ. നിങ്ങൾ കയറുന്നില്ലേ? അപ്പം ഞാൻ പോട്ടെ, പാല് പോട്ടെ കേട്ടോ. പോവാ. എൻ്റെ ഇപ്പം മുന്നിൽ നടക്കുന്നുണ്ട് കേട്ടോ. ഞാനും പോവാണ്.
ഇവിടെ തൊടുവാണ്. ഇതൊക്കെ മൂർക്കനാട് വെള്ളം, നല്ല വെള്ളമാട്ടെ ഈ ഒലിച്ച് പോണത് ഗൈസ്. ഇതൊന്നും ആരും ശരിയാക്കണ പോലും ഇല്ല. കുറേ സ്ഥലത്ത് പൊട്ടിക്കണു അല്ലേ? ഇത്രയും വെള്ളം വേസ്റ്റായി പോണേ. വെള്ളം കിട്ടാതെ എത്ര ആൾക്കാർ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കിക്കൂടെ? കുറേ മാങ്ങൻ്റെ മരത്തിലൊക്കെ പൂക്കൾ ഇട്ടുള്ളൂ ഗൈസ്. എന്നെ കാണാം. ഇവിടെ ഒരു പാടം ഇഷ്ടംപോലെ പാടമുണ്ട്. ആര് ബംഗാളി? ഇതാ ഇത് വിച്ചറിട്ട് പോയിക്കോണല്ലേ? വെണ്ണൂറാ? നല്ല വൃത്തിക്ക് എടുത്തോണല്ലേ? പൂളക്കേക്ക് പറിച്ചാനായിക്കോണല്ലത്. അത് പറിച്ചാത്തവര്. നമ്മളവിടുത്തെ പാടം കേട്ടോ, നമ്മളവിടുത്തെ ഫേമസ് ആയിട്ടുള്ള പാടം. ഫേമസ് ഒന്നും അല്ലട്ടെ, വെറുതെ പറയണേ. ഇതാണ് ഇവിടുത്തെ പാടം. കാണുന്നുണ്ടോ? നല്ല വെയിലുണ്ട്. ഇതിന് നേരെ ബാക്കിൽ സ്കൂളാട്ടോ. ഇവിടെയൊക്കെ എന്തൊക്കെയോ ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്. ഇതെന്താണ് ബിൽഡിങ് വരുന്നപ്പാ? ഇവിടെ എന്ത് ബിൽഡിങ്ങാണ് വരുന്നത്? കടകളോ സൂപ്പർ മാർക്കറ്റോ? ഇതാണ് നമ്മളവിടെയുള്ള ഏക അങ്ങാടി, പള്ളിപ്പീടിയാന്ന് പറയും. ഇതാണ് ഇവിടുത്തെ അങ്ങാടി കേട്ടോ. ഒക്കെ നോക്കിയ പാടങ്ങൾ തന്നെയാണ്. പാടവരമ്പത്താണ് ഗൈസ് റോഡ് വരുന്നത്. ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഇവിടെ കുട്ടിപ്പാക്കാൻ്റെ ചായക്കട ഉണ്ട്, ചായ മക്കാനി കേട്ടോ. പിന്നെ ഇവിടെ ഇതാക്കണോ ഒരു ഉമ്മിപ്പില്ലാത്ത പോലത്തെ ഒരു പാടം കിടക്കണോ. ഇതിന് ഉമ്മിപ്പില്ല തോന്നുന്നുണ്ട്, അറിയില്ല. അവിടെ റംബുട്ടാൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ആ ഒരു വീടുണ്ടോ, ആ വീട്ടിലൊക്കെ പണ്ട് ജോലിക്ക് പോയിന് കേട്ടോ. ഇപ്പോഴും എനിക്ക് ജോലിക്ക് പോണതിന് മടിയൊന്നുമില്ല കേട്ടോ. നമ്മളെ സാഹചര്യം ഇപ്പോഴും വലിയ ലെവലിലൊന്നല്ല. എൻ്റെ ഇപ്പം പീടിക്ക് പോയിക്കും കേട്ടോ മുളക് പൊടി അങ്ങനെ. ഈസിൻ്റെ ഇപ്പം വരുന്നുണ്ട്. വെയിൽ കൊണ്ട് വെയിലോ തണൽ നോക്കി നടക്കണേ കൂടില്ലേ. ഇവിടെ ഒരു ഫർണിച്ചർ കട ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മളെ ഞാൻ പണ്ട് ജോലിക്ക് പോയ വീടാട്ടത്. വലിയ വീടാണ്. പിന്നെ ഇവിടെ പാടം, ഇവിടെ കാശാരിമാരുണ്ട് കേട്ടോ. ഇവിടെ ഉണ്ട് പാടം. ഇതാ ഇതും തന്നെ ഇടയ്ക്ക് കുട്ടികളൊക്കെ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിച്ചിട്ട് കാണലുണ്ട്. ഇപ്പോൾ ആരും കളിച്ചിട്ടൊന്നും കാണുന്നില്ല. ഇത് നേരെ അപ്പുറത്തും ഇതാ പാടം. ഫുള്ള് പാടത്തിൻ്റെ ഒരു കളിയാണ് മക്കളെ. അവർക്ക് അങ്ങോട്ടൊക്കെ പാടാണ്. അറിയോ എന്താ നിങ്ങൾ വിചാരിച്ചേ? എല്ലാതും പാടാണ്. ആരൊക്കെ വരുന്നേ? ഗൈസിൻ്റെ വീട്ടിലേക്ക് ഏകദേശം എത്താനായിട്ടോ. നമ്മള് ഒരെണ്ണൊക്കെ വരാൻ പറയും. അപ്പോൾ അതാ കുറേ നടന്നല്ലേ ഞാനേ എന്താ പറയുക, നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നമുക്ക് വലിയ ഇതൊന്നും തോന്നില്ല കേട്ടോ. അടുത്താണ്, അതുകൊണ്ട് വലിയ ക്ഷീണം കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്താ പറയുക, ഓട്ടോറിക്ഷയ്ക്ക് ആണെങ്കിൽ 30-40 കൊടുക്കണം. നടക്കാനുള്ള ദൂരമുള്ളൂ. ഇപ്പോൾ കോട്ടേഴ്സിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്ര മിനിറ്റ് ഉണ്ട്? ഒരു 6 മിനിറ്റ് അല്ലേ? 10 മിനിറ്റ് അടക്കണമല്ലോ. ഈ കയറ്റം കയറുമ്പോൾ ഒരു വഴക്കാണ്. അങ്ങനെ വീട്ടിലേക്ക് എത്തി ഗൈസ്. ഇടവഴിയിലൂടെ നടന്നു പോവുകയാണ് ഞാനും ഉപ്പയും. ഉമ്മ ഉണ്ടാവും അവിടെ. എവിടെ പോകാൻ വരാ? ആ കാണുന്ന പേര നമ്മളെ അയൽവാസിയാണ്. ഈ കാണുന്ന വലിയ പേര അത് നമ്മളെ അയൽവാസിയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് പറമ്പ് കണ്ട. അതിൻ്റെ ഇപ്പം ഇവിടെയൊക്കെ ചെത്തിക്കോരി കേട്ടോ. ഞാൻ പറഞ്ഞില്ല ഇങ്ങോട്ട് ലൈവിൽ പുല്ലൊന്നും കാണാൻ സമ്മതിക്കൂലെന്ന്. പിന്നെ എൻ്റെ വീട് മേലൊക്കെ ഞാൻ കാണിക്കണില്ല, പണി കഴിഞ്ഞിട്ടില്ല. എൻ്റെ പനി വീട് കേട്ടോ. അവിടെ കുറേ ചെടികളുണ്ട് ഗൈസ്. ചെടികൾ നോക്കൂ, ഇലക്കെ നോക്കിയത് രസം. പ്ലാസ്റ്റിക്കിൻ്റെ പോലെ മാഷാള്ള. ഒക്കെ എൻ്റെ താത്തയും ഉമ്മയും അനിയത്തിയും ഉണ്ടോ. ചെടി ഉണ്ടോ? ഇത് വേറൊരു ചെടി. ഞാൻ ബാക്ക് ക്യാമറ എടുത്ത് കാണിച്ചാൽ നല്ല ഇതുണ്ടോ ഈ ചെടി. ഇത് വേറൊരു ഇല, ഇത് വേറൊരു ഇല, ഇത് വേറെ ഇത് അങ്ങനെ വേറെ. നമ്മൾ ഇതൊന്നല്ല, ഒരുപാടുണ്ടായി. ഇത് വേറൊരു ഇലയാണല്ലോ, കളർ മാറുന്ന ഇല. പിന്നെ പനികൂർക്ക,
പനികൂർക്ക നല്ലതാട്ടോ. ഞാൻ ചെറിയൊരു നല്ലൊരു ഇല എടുത്തിട്ട് കഴിക്കട്ടെ. പിന്നെ മുറി കൂട്ടിയാട്ടോ ഇത്. പെട്ടെന്ന് മുറിയൊക്കെ ആയാലേ നമുക്ക് എന്താ പറയുക, വേഗം ഒന്ന് കയ്യിലിട്ടിട്ടൊന്ന് ഞെരടിയിട്ട് വേഗം കൈമേൽ ആക്കിയാൽ പെട്ടെന്ന് മുറിയൊക്കെ അറിയണം, മുറികളൊക്കെ ഉണങ്ങും കേട്ടോ. അപ്പം ഞാൻ ഇത് കഴുകി, ഇല കഴുകി ഞാൻ കഴിക്കണം. നല്ലതാണ്. എനിക്ക് ഏതായാലും കഫക്കെട്ടുണ്ട്, മാറിക്കോട്ടെ. ഓ നല്ലത് നീറ്റലുണ്ട്. പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ ചെടി ഉണ്ട്. ഇതാണ് നമ്മളെ വേപ്പിൻ്റെ ഇല മരം. ഈ വേപ്പിൻ്റെ ഇല എവിടെ നിന്ന് അറിയാം? പണ്ട് കോട്ടേഴ്സിൽ താമസിച്ച സമയത്ത് ഞങ്ങൾ വേറെ റൂമിലേക്ക് മാറി. അപ്പോൾ അവിടെ ചെറിയൊരു തൈ അതിന് മെലിഞ്ഞ ഒട്ടിയ തൈ. ആ തൈ ഇവിടെ ഉമ്മ കൊടുന്നിട്ട് ഉമ്മ നട്ടാട്ടോ. ഇത്ര വലുതായി. ഇതിലേറെ ഉയരമുണ്ട്, ഇതിലേറെ ഡബിൾ ഉയരമുണ്ട്. പിന്നെ ആ കാണുന്ന മൈലാഞ്ചി മരം, കറുത്തിൻ്റെ മരം, ഇങ്ങനെ ഒക്കെ സാധനങ്ങളാണ് കൈസൊക്കെ ഒതുക്കി പെറുക്കി വെക്കണുള്ളൂ. എന്താ ഈ ചെടി കണ്ടില്ലേ? കണ്ടില്ലേ? നല്ല രസമുണ്ട്. ഇപ്പാൻ്റെ പണീൻ്റെ ഷൂകളാണ് അങ്ങനെ ഉണ്ടായിക്കണു. പിന്നെ അത്, പിന്നെ പനികൂർക്ക, തുളസി ഉണ്ട്. പിന്നെ ഇത് പുതിയത് ഇപ്പോൾ ഉണ്ടാക്കിയ കേട്ടോ, ബസള ആറ സാധനം. അതിൻ്റെ ലീഫും ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മോഡലാണ് ഉണ്ടോ, പ്ലാസ്റ്റിക്കിന് നല്ല രസം ഇതിൻ്റെ കറി താളിച്ചാൽ. പിന്നെ ഇതവിടെ വാഴ, അയ്യോ വാഴ ഉണ്ട്, പഴം ഉണ്ടോ, അത് മൂക്കണുള്ളൂ. അവിടെ ഇതാക്കണമെന്ന്. പിന്നെ അവിടെ ഒന്ന് അതൊക്കെ ഇപ്പം ഉണ്ടാക്കണം കേട്ടോ. ഇവിടെ ഒന്ന് നട്ടുവെച്ചുക്കണു. ഇതൊക്കെ ആരാടെ സ്ഥലങ്ങളാണ്, എൻ്റെ ഇപ്പം ചോദിച്ചങ്ങാണ്ട് വെക്കണം കേട്ടോ. എൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ട് ഞാൻ വന്നിട്ട് ഇതുവരെയായിട്ട് കയറിയിട്ടില്ല സിറ്റ് ഔട്ടിക്ക്. അപ്പോൾ ഇതാ കയറണോ. ഉമ്മ ഇവിടെ അല്ല ഗൈസ്, ഉമ്മ അവിടെ അപ്പുറത്തെ വീട്ടിലേക്ക് പോയിക്കണം. ഇപ്പോൾ വരും. അപ്പോൾ വന്ന പിന്നെ തട്ടൊക്കെ ഊരി, നമ്മളെ വരിയിലല്ലേ ആരും കാണാനൊന്നുമില്ലല്ലോ എഴുതിയിട്ട് നമ്മൾ തട്ടൊക്കെ ഊരിയിട്ട് പറുത കഴിച്ചു. തട്ടം ചിറ്റിയത് കഴിച്ചു. പറുത ഊരണം. ഗൈസ് പറുതട്ട് എത്ര ഉള്ളൂ പോകണം, ഇത്ര ഉള്ളൂ, സിമ്പിളാണ്. ബാഗ് ഉള്ളിൽ വെക്കട്ടെ. ഇവിടെ റൂമിലാക്കും, അവിടെ വെക്കും. അപ്പൊ ഗൈസ് എനിക്കൊരു ഈത്തപ്പഴം തന്നു. എന്നെ ചായ കുടിച്ചാൽ നിർബന്ധിച്ചിട്ടുണ്ട്. കാക്കച്ചേ ഉണ്ടാക്ക്, ഞാൻ വ്ളോഗ് എടുക്കണ കാണുന്നില്ലേ, ഉണ്ടാക്ക പറയുമ്പോ ഏറെ. ഇതിന്റെ കാക്കച്ച ഇങ്ങനെ ഞാൻ വ്ളോഗ് എടുക്കണ പറഞ്ഞപ്പോ ഒരു അസൂയ അറിയോ. അയ്യോ അടിപൊളി. അപ്പം ഞാൻ കുറച്ച് കറി എടുത്തു പോകണം. അപ്പോൾ മുത്തുമണികളെ ഞാൻ ചായ കുടിച്ചായിരുന്നപ്പോൾ തന്നെ ഇപ്പം എന്നോട് പറഞ്ഞു ഉപ്പാൻ്റെ ഫോണിൽ റിംഗ് ടോണ് തീരെ കേൾക്കണില്ല. അപ്പോൾ ഉപ്പാൻ്റെ ഫോൺ ഞാൻ റിംഗ് ടോണൊക്കെ ഒന്ന് ശരിയായി കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പാക്ക് എന്തോ പാട്ടൊക്കെ വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇതൊക്കെ വെച്ചെടുക്കാൻ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ശരിയാക്കി കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് എത്തി. അപ്പോൾ ഉപ്പാൻ്റെ ഫോണാണ് എൻ്റെ കയ്യിൽ. പിന്നെ ഇപ്പം പറഞ്ഞു വിളിക്കണ സമയത്ത് ചില ആൾക്കാർക്ക് വിളിക്കുമ്പോൾ റിങ് ആവണ സമയത്ത് വേറെ പാട്ട് കേൾക്കുമല്ലോ, അങ്ങനെ ആക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പം അങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു കേട്ടോ ഉപ്പാക്ക്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണം ഫോണിലോട്ട്. അങ്ങനെ ഉപ്പാൻ്റെ ഫോണിലുള്ള ഉപ്പാക്ക് എന്തൊക്കെയോ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു, അതൊക്കെ ചെയ്ത് കൊടുത്തു. ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഉപ്പാനോടൊക്കെ അങ്ങനെ വർത്താനം പറഞ്ഞു കാണും അങ്ങനെ തിന്നാ. ഞാൻ ചായ കുടിച്ചിട്ടോ, ഞാൻ രണ്ടപ്പം തിന്നിട്ടുള്ളൂ കേട്ടോ. അപ്പം എന്നോട് തിന്നതെന്ന് പറഞ്ഞു, പക്ഷേ രണ്ടെണ്ണം തിന്നിട്ടുള്ളൂ. ഞാൻ തൊട്ടടുത്ത വീട്ടിലേക്ക് പോവാട്ടോ. ഞാൻ വന്നിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല. അപ്പോൾ സിസ്റ്ററെ കാണാൻ വേണ്ടിയിട്ട് പോവാട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് വീട് എടുക്കൂല കേട്ടോ, തങ്ങന്മാരാണ്. അപ്പോൾ ഞാൻ പോയിട്ടരാം. തൊട്ടടുത്ത ഞാനവിടെ പോയി
കുറച്ച് നേരം കേട്ടോ എല്ലാവരോടും സംസാരിച്ച് പോന്നു. വീട്ടിൽ കൊണ്ട് വന്നു കേട്ടോ. ഞാൻ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞാനും ഇക്ക വരും കേട്ടോ. പള്ളി കഴിഞ്ഞിട്ട് ഇക്ക വരും. ഞാനൊക്കെ എന്നിട്ട് നേരെ കോട്ടേഴ്സ് പോകും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. പിന്നെന്താ കല്യാണക്കത്താ, കല്യാണക്കത്ത് ആരതാ അറിയില്ല, പേരൊന്നും കാണില്ല, പഴയതുകൊണ്ടുണ്ട്. എന്തങ്ങനെ പേരൊന്നും കാണില്ല ഗൈസ്. പേര് കാണണമെങ്കിലും നോക്കിയും ആരതാന്നൊക്കെ. പിന്നെ 2 കളറ്, ഇവിടെ ഒരു കളർ ഇവിടെ ഒരു കളർ. കല്യാണക്കത്താട്ടോ അതിങ്ങനെ ഓപ്പണാക്കാൻ കുത്തി വെച്ചു കൂട്ടുകളൊക്കെ. അപ്പം ഇനി ഫുഡ് കഴിക്കണ സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ 10 മണികളെ അമ്മ വന്നിട്ടോ. അമ്മ വന്നപ്പോൾ എനിക്കൊരു സാധനം, ഇണ്ണിത്തണ്ട് അച്ചാറ്. അതെന്താ അച്ചാറാ? ആ കാണിച്ചെടുക്കട്ടെ. ഇത് അരിനെല്ലിക്ക, ഇത് ഉപ്പിലിട്ട അരിനെല്ലിക്ക. ഞാൻ ഇന്നലെ പൈനാപ്പിളും മാങ്ങയും കൂടി അച്ചാറിട്ട് വെച്ചിട്ടുണ്ട്. വായ വെള്ളം വരുന്നത് കാണുമ്പോൾ. ഇണ്ണിത്തണ്ട് അച്ചാർ കഴിച്ചോട്ടെ കേട്ടോ, നോക്കട്ടെ. അപ്പം ഞാൻ ഒരു അതിമത്തെ നൂലാട്ടോ. രസമുണ്ടമ്മാ. ഇണ്ണിത്തണ്ട് അച്ചാർ കേട്ടോ, അടിപൊളി, സൂപ്പർ. എനിക്ക് തോന്നണത് ഇണ്ണിത്തണ്ടിൻ്റെ ഇളയ തണ്ടില്ലേ, ഇത് കുറച്ച് മൂത്താണ്, ഓവർ മൂത്തല്ല, കുറച്ച്. അപ്പോൾ ഇളയ എണ്ണിത്തണ്ട് ഇടുകയാണെങ്കിൽ ഇതിലും അടിപൊളിയായിരിക്കും. ഇത് നല്ല രസമുണ്ട്. സുർക്കയും ഉപ്പും ചെറിയ ലൈറ്റായിട്ടുള്ളൊരു എരിവ് ഒക്കെ ഉണ്ട്. സൂപ്പർ. നല്ല സുർക്ക കുടിച്ചോളൂ, അടിപൊളി. അപ്പം എല്ലാം സുർക്കയിലിട്ടല്ലേ. എണ്ണിത്തണ്ട കൊണ്ട് കൂട്ടാൻ വെക്കണം കേട്ടിട്ട്, അച്ചാറെണ്ണ തേച്ച് വെക്കാം. അടിപൊളി, സൂപ്പർ. ഇവിടെ വന്നാൽ ഓരോരോ ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാം. പെരയിൽ വന്നാൽ കേട്ടോ. ഉമ്മ എനിക്കൊന്നുകൂടെ വേണം. ഉമ്മ എനിക്കൊന്നുകൂടെ നല്ല രസമുണ്ട്. ഇല്ല അപ്പം ഗൈസ് ഞാൻ വീണ്ടും എടുത്തു, ടേസ്റ്റോടെ എടുത്താട്ടോ. അപ്പോൾ തിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ തിന്നാൻ മതിയാവുക അങ്ങനെ. അപ്പം ഇത് കഴിക്കട്ടെ. അപ്പോൾ 10 മണികളെ നല്ല രസം കഴിക്കാൻ. എനിക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൊക്കെ ഓട്ടോമാറ്റിക്കലി അടിഞ്ഞു പോകണം. പുളി, ഉപ്പ്, ചെറിയ എരിവില്ലേ മുളകിൻ്റെ, സൂപ്പർ സൂപ്പർ. അപ്പം എല്ലാവരും ഉടനെ തന്നെ നീ വായ പോയി വെട്ടിങ്ങാണ്ട് എണ്ണിത്തണ്ട് അച്ചാറട വെക്കണ്ട. പഴയ ഉണങ്ങിയ എങ്ങനെ ഇപ്പം പറഞ്ഞുതരാം, വാഴക്കൊല വെട്ടിയിട്ട് ആ വായ ഉണങ്ങി വെട്ടിങ്ങാണ്ട് നിങ്ങൾ എടുത്തോളി. അല്ലാണ്ട് എൻ്റെ പേര് ഇറങ്ങാണ്ട് വായ വെട്ടിങ്ങാണ്ട് പോയി അച്ചാറ വെക്കണ്ട. അപ്പോൾ 10 മണികളെ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ പള്ളിക്ക് പോയി. ഞാൻ കുറച്ച് നേരം അവിടെ കിടന്നു. പിന്നെ ബസ് പോണ സൗണ്ടാ. ബസ്സാ ലോറിയാ? ലോറി, വലിയ ലോറി, ബെൻസ് ലോറി എന്നൊക്കെ പറയുന്നുണ്ടതിന്. അപ്പോൾ പിന്നെ നിസ്കാരം കഴിഞ്ഞ്
കുറച്ചേരം കിടന്നു. പിന്നെ ഒരു മിഠായി ഉണ്ടോ, ഡൽഹി മിഠായി ഇട്ടത്, നമ്മളെ അടുത്തുള്ള വീട്ടിലത്തെ താത്ത ഉമ്മാക്ക് കൊടുത്തേനും. നല്ല രസമുണ്ട്, ഫുള്ള് നെയ്യാണ്, നെയ്യിൻ്റെ ഫ്ലേവർ നല്ല രസമുണ്ട്, സൂപ്പർ. ജൂമ ഇരിഞ്ഞു വേണുണ്ട്. ഇക്ക 2 മണിയാകുമ്പോൾ വരും ഷോപ്പിൽ നിന്ന് ഫുഡ് കഴിക്കാൻ. ഇക്ക വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് ഞാനും പോട്ടോ കോട്ടേഴ്സ്ക്ക്. കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല, കൂടുതൽ അറിയണമൊന്നുമില്ല, വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് രസമില്ല. ഉമ്മ ഉണ്ട്, പിന്നെ അനിയത്തി താത്ത കുട്ടികൾ ആരുമില്ല. ഞാൻ തന്നെ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചു. ഞാൻ അമ്മയും കുറച്ച് നേരം വർത്താനം പറഞ്ഞു, കുറച്ച് നേരം കിടക്കും, പിന്നെ വർത്താനം പറയും, പിന്നെയും കിടക്കും. പണികളൊക്കെ കഴിഞ്ഞു കൊടുത്തേ. അങ്ങനെയൊക്കെയാണ് കാര്യം. നല്ല രസമുണ്ട് കേസ് മിഠായി. അടിപൊളി മിഠായി. വന്നപ്പോൾ കൺമശയൊക്കെ എത്തിനു. പിന്നെ കൊള്ളെടുത്തപ്പോൾ സോപ്പിട്ട് മോൻ കഴുകി കൺമശയൊക്കെ പോയി. പിന്നെന്താ, നല്ല രസമുണ്ട് മിഠായി, വലിയ ഓവർ മധുരമില്ല. നട്ട്സ് വേറെ എന്തൊക്കെ കൊണ്ടുപോകണുണ്ടതിൽ. എന്തായാലും സൂപ്പർ. പിന്നെന്താ ഗൈസ്, നിൽക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോറ് തിന്നണം. ഞാനും ഉമ്മയും പാനി നിൽക്കാനൊക്കെ വെയിറ്റ് ചെയ്യണം. ചോറ് തിന്നിട്ട് ഞാൻ കോട്ടേഴ്സിൽ പോകും. പിന്നെ ഞാൻ അധികം ഒന്നും എടുക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ അങ്ങനെ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. ഫുഡ് കഴിച്ച് പോകുന്ന സമയത്ത് അത്രയൊക്കെ തന്നെ ഉള്ളൂ വീഡിയോ. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി വേണ്ടേ, അപ്പോൾ അതാണ് ഒരു ദിവസം പോണ പോക്ക്. എന്തായാലേ ഇന്നത്തെ ദിവസം അങ്ങനെ പകുതി ദിവസം കഴിഞ്ഞു. വൈകുന്നേരം കൂടി ആയാൽ കഴിഞ്ഞു ഇന്നത്തെ ദിവസം. ഇനി നാളെ ഇൻഷാ അല്ലാ. എന്തായാലേ പൂച്ച ഗൈസ്, പൂച്ച പൂച്ച. ഹലോ മിസ്റ്റർ പൂച്ച, താങ്കളുടെ പേരെന്താണ്? പൂച്ചയാണല്ലേ, മിയാവൂ. ഫുഡ് കഴിച്ചോ? ഇല്ലേ? ഇല്ല. വെള്ളം കുടിച്ചോ? അടുക്ക് കറങ്ങ, പുറത്ത് കറങ്ങ. എന്നാ ബാ ഫുഡ് തരാം. ബാ അടക്ക്. അവിടെ നിന്നോ അപ്പോൾ കൊണ്ടുവരാം. അവിടെ നിന്നപ്പോൾ വരാം. അവിടെ നിൽക്ക് കേട്ടോ. അപ്പോൾ കൊണ്ടുവരാട്ടാ. അവിടെ ഇരുന്നോ ഗൈസ്. ഉമ്മാനെ കാണാതെ കറിയത്തൊരു മീൻ എടുത്ത് കൊടുക്കാട്ടോ. അവിടെ നിൽക്ക്, കണക്ക് തന്നെയാണ്, വേറെ ആർക്കുമല്ല. അവിടെ നിൽക്ക്, തരാം. അങ്ങോട്ട് പോ. എനിക്ക് പേടിയാണ്.
അമ്മ കണ്ടിട്ട് ചീത്ത അറിയാ മീൻ തിന്നണു. ആ എരുണ്ടോ ഒന്ന് ശയിച്ചളാ. ചീത്ത അറിയണ ജിന്നെ എനിക്ക് മീൻ തന്നോന്ന് പോരെ. ആ അങ്ങനെ തന്നെ തിന്നോട്. പൂച്ച മീൻ തിന്നണതാട്ടോ. അന്നില്ല ഇനി മതി കഴിഞ്ഞു. ഇനി ഇവിടുന്ന് ആട്ടും അമ്മ വന്നിട്ട്. ആഹാ അത്ര അഹങ്കാരം പാടില്ല. ഒന്നൊക്കെ മതി മതി. ആ പ്ലേറ്റൊക്കെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അടക്ക് സ്റ്റോപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇരിക്ക് അവിടെ ഇരിക്ക്. പറഞ്ഞാൽ കേൾക്കൂല. ഹലോ മിസ്റ്റർ പൂച്ച. മിസ്റ്റർ പൂച്ച അടുക്ക. ഉമ്മ എന്നെ ചീത്ത അറിഞ്ഞില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അന്നല്ല. ആ അപ്പോൾ കൈസ് ഒരു മീനിൻ്റെ തല കൊടുത്തിരുന്നു. അടുക്ക അങ്ങോട്ട് പോയിരിക്കുക. അവിടെ ഇരിക്കുക. എനിക്ക് പൂച്ചനെ പേരാ കൈസ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. എൻ്റെ പേരെവിടെയാണ്? എൻ്റെ പേരെവിടെ? ഫോൺ തിന്നാൻ അപ്പോൾ മേ തിന്നാൻ കൊടുത്തും പോരാ. മേത്തക്ക് വരുന്നു. അവിടെ പോ. എൻ്റെ പേരെവിടെ? മനസ്സിലാവണില്ല. മിയാന്ന് പറഞ്ഞ എന്ത് മനസ്സിലാവാനാ? എൻ്റെ പേരെവിടെയാണ്? എനിക്ക് എത്ര കുട്ടികളാ? ഒരാളോ? ആ പാത്രം കൊണ്ട് എടുത്തോർന്നാ. പാത്രം കൊണ്ട് എടുത്തോർന്നാ. പാത്രം എടുത്തോണ്ട്. പാത്രം എന്തൊക്കെ പറയണ്ട് കേസ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. അയ്യോ എവിടെ പൂച്ചാൾക്കേ മനസ്സിലാവുള്ളൂ. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. മൃഗങ്ങൾക്കൊക്കെ മനസ്സിലാവുള്ളൂ. എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഈ പൂച്ച ഒരു സെൽഫി എടുക്കണം കേട്ടോ. വാ സെൽഫി എടുക്ക. വാ വൈറലാവണ്ടേ? ഒരു സെൽഫി എടുത്താലോ? ഒരു സെൽഫി എടുക്കട്ടെ കേട്ടോ ഗൈസ്. ഇവിടെ നോക്ക്. ഒരു ഭാഗ്യായി. ഒന്നല്ലെങ്കിൽ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെങ്കിലും വൈറലാവൂലേ. ഇവിടെ പോണോ? ഇവിടെ പോവാൻ നോക്ക ഗൈസ്. ബൈ. പിന്നെ വാ. അപ്പോൾ പോവാണ്. അല്ല ഓളാട്ടോ. പ്രസവിച്ച് വെച്ചോണ്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഹലോ മിസ്റ്റർ പൂച്ച. ഇനി പോയിക്കോളും നാളെ. ഇനിയിപ്പോൾ മീൻ ഫുള്ള് എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പള്ളിക്ക് പോയ 2 ആൾക്കാരുണ്ട്. അവർക്കൊന്നും മീൻ ചാറുണ്ടാവില്ല. പൂച്ച പോണില്ല ഗൈസ്. പൂച്ചേ പൊയ്ക്കോ. അമ്മേ നഖൊക്കെ എന്താ നിവർത്തിടൂ. പൊയ്ക്കോ. ഒക്കെ തുടച്ച് വൃത്തിയാക്കാണ്. കാണുന്നുണ്ടോ ഗൈസ് പൂച്ചനെ? പൂച്ചേ ഒരു ഹായ് പറയൂ. ഹായ് പറയൂ. ഹായ് പറയൂ. ഒന്ന് ഹായ് പറയടി. എല്ലാവരോടും ഹായ് പറഞ്ഞു കേട്ടോ. താങ്ക് യു. അഹങ്കാരം. കുറേ വട്ടം പറയണല്ലോ എന്നോട് ഹായ്ന്ന്. എവിടുന്ന് വരുന്നേ? ഒന്നല്ലെങ്കിൽ നമുക്ക് മീൻതല തന്നല്ലേ ഞാൻ. ഇത്ര അഹങ്കാരമായി അറിയാൻ. പക്ഷെ എന്നിട്ട് പറഞ്ഞു കേട്ടോ. താങ്ക് യു. കേട്ടോ അവിടെ ഇരിക്കാണ് പൂച്ച. എന്താ അവിടെ ഇരിക്കണേ? കുട്ടികള് കാത്തിരിക്കണ്ടാവും. ഹായ് പറ. പൂച്ച ഹായ്. പാവല്ലേ ഒന്നാലോചിക്കുമ്പോൾ ഈ മിണ്ടാപ്രാണികൾ ഏറ്റങ്ങൾക്ക് എന്താ അറിയാനല്ലേ പാവം.
മാന്തല്ല അറിയിട്ടോ പോട് ഉള്ളിൽ കയറാൻ നിൽക്കണ് പോയിക്കോളിട്ടോ ടാറ്റാ ബൈ സീ യു പിന്നെ കാണാം ആ ഓക്കെ എന്തൊക്കെ പറഞ്ഞു പോണ്ട് ബൈ ബൈ. അപ്പോൾ മുത്തുമണികളെ തിന്നാൻ നേരത്താണ് ഓർമ്മ വന്നത് നിങ്ങളൊക്കെ. ഇക്ക വന്നുകൊള്ളു കേട്ടോ. ഇക്ക അവിടെ ചോർന്നുണ്ട്. കന കാണിക്കണ്ടെന്നൊക്കെ പറയണുണ്ട്. മന കാണിക്കൂല. ഇക്ക അവിടെ നിങ്ങളുണ്ട്. ഓക്കെ, അപ്പം ഇനി ചോർന്നിട്ട് കാണാം. ഞാൻ നേരെ പോകും. അപ്പം ഇത്രക്കുള്ളൂ വീഡിയോ കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഫുഡ് കഴിച്ചു. ഇക്ക് പോയാലട്ടാ. അപ്പോൾ ഞാൻ കോട്ടേഴ്സ് പോവാട്ടോ. പർദ്ദ ഞാൻ കൈ പിടിച്ചിക്കാണ്. ഇക്കതാക്കണം വണ്ടി അവിടെ തണലത്ത് നിർത്തിക്ക. അപ്പോൾ കോട്ടേഴ്സ് പോവാട്ടെ ഗൈസ്. പർദ്ദ തോളിട്ടിക്കാണ്. ഇനിയിപ്പോൾ അവിടെ വരെ പോണേ വണ്ടി കയറാനല്ലേ. പർദ്ദൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒക്കെ ഒന്ന് പറഞ്ഞാൽ നിൽക്കുക. കമൻറ്റ് ചെയ്യാൻ പറയും. ലൈക്ക് ചെയ്യാൻ പറയും. ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കോട്ടേഴ്സിലോട്ട് പോവുകയാണ് ഗായ്സ്. ഓക്കെ, അപ്പോൾ ബൈ.